ഇന്ന് നമ്മൾ സംസാരിക്കാൻ കൊണ്ട് പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ജസ്ന സലീം എന്ന് പറയുന്ന സ്ത്രീയെ, അതായത് അറിയാത്ത ആൾക്കാർക്ക് പറയുകയാണ്. അവർ കൃഷ്ണൻ്റെ പടം വരച്ച്, ഒരു മുസ്ലിം സമുദായത്തിലുള്ള സ്ത്രീയാണ്. അവർ കൃഷ്ണൻ്റെ പടം വരച്ച് അവർ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പം അവർ ഈ അടുത്തിടയ്ക്ക് നല്ല രീതിയിൽ വൈറലായ ഒരു സ്ത്രീയാണ്. അപ്പോൾ അവർ സ്മൃതി എന്ന് പറയുന്ന ഒരു യൂട്യൂബർക്കെതിരായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്മൃതി എന്ന് പറയുന്ന യൂട്യൂബർ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു യൂട്യൂബറാണ്. അവർ ജസ്നയെക്കുറിച്ച് കുറേ അധികം വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പം ആ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അതൊന്നും സ്മൃതി ചെയ്യില്ല. അതിനാൽ അതിൻ്റെ ഒരു ദേഷ്യത്തിലായിരിക്കാം ചിലപ്പോൾ ഇങ്ങനൊരു വീഡിയോ അവർ ചെയ്തത്. കാരണം ഇല്ലാത്തൊരു കാര്യം പ്രചരിപ്പിക്കുന്നു എന്നാണ് ജസ്ന സലീം സ്മൃതിയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ സ്മൃതി ജസ്ന സലീമിനെ പറഞ്ഞേക്കുന്നത് ഒരു മത തീവ്രവാദിത്വം, അതായത് മതങ്ങൾ തമ്മിൽ കൂട്ടിയടിപ്പിക്കാനെ കൊണ്ട് ശ്രമിക്കുന്നു എന്നാണ് സ്മൃതിയുടെ ചാനലിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിനെതിരായിട്ട് ഈ ജസ്ന സലീം ഈ സ്മൃതിയെക്കുറിച്ച് പറഞ്ഞത് ഭയങ്കര അധികം കൂടിപ്പോയി. കാരണം അത് അവരുടെ ഒരു പേഴ്സണൽ കാര്യമാണ് ഈ ജസ്ന സലീം ഉണ്ടാക്കി പറഞ്ഞേക്കുന്നത്. അത് ഭയങ്കര മോശമായിപ്പോയി ജസ്ന സലീം. കാരണം ഒരു സ്ത്രീയെക്കുറിച്ച് ഒരു സ്ത്രീ തന്നെ ഇങ്ങനെ പറയാനെ കൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കഷ്ടമല്ലേ. ഉള്ള കാര്യമാണെങ്കിൽ വേണ്ടില്ല, ഇല്ലാത്ത കാര്യം എന്തിനെങ്ങനെ ഉണ്ടാക്കി പറയുന്നത്? അത് നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ലേ മോശമാണെന്ന്? ജസ്ന സലീം എന്താണ് പറഞ്ഞത് എന്ന് അത് മോശമാണ്. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പറയാം. സ്മൃതി അബോർഷൻ ചെയ്യാനെ കൊണ്ട് കൊയിലാണ്ടിയിൽ ചെന്നു, അതായത് കോഴിക്കോടുള്ള കൊയിലാണ്ടിയിൽ പോയി. അവിടെ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് സ്മൃതിയെ ഈ ജസ്ന സലീം കണ്ടപ്പോൾ യൂട്യൂബറാണല്ലോ, പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനെ കൊണ്ട് പറ്റി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു വീഡിയോ ജസ്ന സലീം ഇട്ടേക്കുന്നത്. അപ്പോൾ പത്തനംതിട്ടക്കാരിയാണ് ഈ സ്മൃതി. ഇങ്ങനെ ചേച്ചിയുടെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ കാണും നിരന്തരം എന്നെ കുറിച്ച് ഇങ്ങനെ വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണേ. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനായിട്ട് എന്തിനാണ് മിണ്ടാതിരിക്കുന്നത്, ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്ത് പറഞ്ഞേക്കാം. ഈ ചേച്ചിക്ക് ഇതൊക്കെ ഞാൻ പുറത്ത് പറയുമോ എന്നുള്ള പേടിയായിരുന്നല്ലോ. അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് പുറത്ത് പറഞ്ഞേക്കാന്ന് കരുതി. അപ്പൊ ഈ ഒരു കാരണം കൊണ്ടാണ് ചേച്ചി എന്നെ കുറിച്ച് ഇങ്ങനെ വ്യാജ പ്രചരണം നടത്തുന്നത്. ഏതായാലും കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ ചേച്ചീനെ കണ്ട വിവരം ചേച്ചിയായിട്ട് എന്നെ കൊണ്ട് പറയിപ്പിച്ചാട്ടോ. കേട്ടാ ചേച്ചി? ഇവിടുന്ന് എന്തായാലും അങ്ങോട്ട് പോയി ചെയ്യാനെ കൊണ്ടുള്ള അത് ഭയങ്കര തികച്ചും തെറ്റായ ഒരു കാര്യമാണ്. എന്നിരുന്നാൽ പോലും ആ കുട്ടിയുടെ വീട്ടുകാർക്കും ആ കുട്ടിയെ മനസ്സിലാക്കുന്ന ആൾക്കാർക്കൊരു വിഷയമല്ല. എന്നിരുന്നാൽ പോലും എല്ലാ ആൾക്കാർക്കും എല്ലാവരും അറിയണമെന്നില്ലല്ലോ. ഒരു 100% ഒരു 4% അല്ലെ 5% ആൾക്കാരെങ്കിലും സംശയിക്കും അങ്ങനെയാണോ എന്ന്, അല്ലേ? നമുക്ക് ഒരു മനുഷ്യനെയും കണ്ണടച്ച് വിശ്വസിക്കാനെ കൊണ്ടോ അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കുമെന്ന് നമുക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുമ്പോൾ അവർക്കും അവരുടെ ഫാമിലിക്കും ഉണ്ടാകുന്ന മാനസിക അവസ്ഥയെ ഓരോരുത്തരും ഒന്ന് മനസ്സിലാക്കണം. ഇങ്ങേയറ്റത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന് അങ്ങേയറ്റത്ത് വിഷമിക്കുന്ന കുറേ ആൾക്കാരുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു സംഭവത്തിൽ നമുക്ക് എന്താണ് മനസ്സിലായത് അത് വെച്ചിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ സ്മൃതി ജസ്നയെക്കുറിച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് സ്മൃതിക്ക് തോന്നിയ കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു ജസ്നയുടെ വീഡിയോയിൽ നിന്ന് എന്താണ് അവർക്ക് മനസ്സിലായത് ആ കാര്യങ്ങൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ. പക്ഷെങ്കിൽ അതിന് നിങ്ങൾ കൊടുത്ത ഈ ഒരു തിരിച്ചടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരാളുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണ്, അല്ലേ? ഒരാൾ പ്രഗ്നൻ്റായി അബോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി, അത് ഒരു കല്യാണം കഴിക്കാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു മാനസിക വികാരം എന്താണെന്ന് പറഞ്ഞറിയിക്കാനെ കൊണ്ട് പറ്റില്ല. അപ്പോൾ ഇമാതിരി തോന്നിവാസങ്ങളൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിക്കണം. സ്മൃതിയുടെ ഇപ്പോൾ ഉള്ള ഒരു വൈകാരിക അവസ്ഥ അതിനൊക്കെ കവർ ചെയ്ത് കയറും. കാരണം സത്യമല്ലാത്തൊരു കാര്യം മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിനകത്ത് വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ റിയാക്ട് ചെയ്യണം.
ഓൾറെഡി അവർ പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുത്തപ്പോൾ പിന്നെ ജസ്ന സലീം എനിക്ക് വിഷയമൊന്നുമില്ല, നിങ്ങൾ കേസ് കൊടുക്കുക, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തു എന്ന രീതിയിലാണ് ജസ്ന സലീം നിൽക്കുന്നത്. സ്മൃതി ജസ്നയായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ, ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ നിങ്ങൾക്കിപ്പോൾ കേൾപ്പിക്കാം. കൊച്ചി, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ആദ്യം നീ ഇന്നലെ മിനിഞ്ഞാന്ന് ചെയ്ത വീഡിയോ റിമൂവ് ചെയ്യണ്ട, പ്രൈവറ്റ് ആക്കി വെച്ചോ. ബാക്കിയുള്ളതിന്റെ ഒക്കെ തംബ്ലൈന് മാറ്റിക്കോ. ഞാനിത് റിമൂവ് ചെയ്യും. അതിലേക്കപ്പുറം ഒന്നും ഞാൻ ചെയ്യില്ല. ഇനിയിപ്പം കുട്ടി പറഞ്ഞതുകൊണ്ട് മത തീവ്രവാദി ആക്കാൻ അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ കുട്ടി ശ്രമിച്ചോ, നോ പ്രോബ്ലം. ഇനി കംപ്ലൈന്റ് ഇനിയിപ്പം കുട്ടി പറഞ്ഞിട്ടുണ്ടായി കൊയ്യാണ്ടി ഹോസ്പിറ്റലിൽ പോയിട്ട് കുട്ടി എന്താ ഇഷ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കിക്കോ, എനിക്കൊരു വിഷയവുമില്ല. എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ആവശ്യമില്ലാതെ എടുത്തിട്ടതല്ല, ഒരുപാട് ഞാൻ പരാതി കൊടുത്തു. എന്നോട് CI സഹിതം പറഞ്ഞ് തിരിച്ചു പറയാൻ പോടുന്നതാണ്. അല്ലാതെ എനിക്ക് ഇതിന്നൊരു മോചനം വേണ്ടേ? ഡെയിലി എന്നെ കുറിച്ച് ഇങ്ങനെ വ്യാജ പ്രചാരണം നടത്തുമ്പോൾ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? വ്യാജ പ്രചാരണം നടത്തുമ്പോൾ അതിന്റെ വിഷമം എന്താന്നുള്ളത് അത് കുടുംബത്തിൽ അനുഭവിക്കുമ്പേ മനസ്സിലാവുള്ളൂ. ഞാൻ ഒരുപാട് കേസ് തനിക്ക് ഞാൻ അയച്ചെന്നില്ലേ, മോൻ പോലും പരാതി കൊടുത്തു. അതിൽ ഈ സ്മിതയുടെ പേരുണ്ട്, ശ്രദ്ധിച്ചു ഞാൻ വേണേ അതിന്റെ ഫോട്ടോ അയച്ചു തരാം. അത്രമേൽ ഇങ്ങനെ വ്യാജ പ്രചരണം. ഞാൻ സ്റ്റേഷനിൽ പോയപ്പോൾ എന്നോട് CI പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങളെ പറ്റി പറയുന്നുണ്ടെങ്കിൽ നിങ്ങളും തിരിച്ചു പറയൂ, വേറൊരു ഓപ്ഷൻ അവർ പറയുന്നില്ല. എനിക്കിതേ ഓരോ ഓപ്ഷനുള്ളൂ. അപ്പൊ ഇല്ലാ വചനം പറയുമ്പോഴുള്ള വിഷമം. എനിക്ക് ഒരു കൊടവയറുണ്ടായിട്ട് നിങ്ങളെല്ലാവരും കൂടി എനിക്ക് ഗർഭം ഉണ്ടാക്കി തന്നു. അപ്പൊ വിവാഹം കഴിക്കാത്ത ആ കൊച്ചി, ഞാൻ അവളുടെ പേരോ കാര്യങ്ങളോ പറയുന്നില്ലല്ലോ, അത് സംബന്ധിച്ച് അവിടെ പോയി. അത് ആരും എന്തെന്നൊന്നും പറയുന്നില്ലല്ലോ. അതിനകത്ത് അവർ പറയുന്നുണ്ട്, സത്യമല്ലാത്തൊരു കാര്യം പ്രചരിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന വിഷമം നിങ്ങൾക്ക് മനസ്സിലാവണം. അപ്പോൾ ഓൾറെഡി അവർ പറയാതെ പറയുന്നുണ്ട്, അവർ ഈ പ്രചരിപ്പിച്ച കാര്യം സത്യമല്ല. ഒരു വ്യാജ പ്രചരണം ചെയ്യുമ്പോൾ അത് എത്രമാത്രം വിഷമിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ജസ്ന സലീം അങ്ങനെ ചെയ്തതെന്ന് ജസ്ന സലീമിൻ്റെ ഓഡിയോയിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഇമാതിരി കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക, ഒരാളുടെ ലൈഫ് വെച്ച് കളിക്കാതിരിക്കുക. ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ റിയാക്ട് ചെയ്യാം, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോയെ വെച്ചിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. പക്ഷെങ്കിൽ ഇങ്ങനെ ഒരു പേഴ്സണൽ ലൈഫിലേക്ക് കയറി ചെന്നിട്ട് ഇമാതിരി കാര്യങ്ങൾ പറയുന്നത് ഭയങ്കര മോശമായ കാര്യമാണ്.